നമസ്കാരം, ഞാൻ രശ്മി സരൻ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു മാംഗോ മിൽക്ക് ഷേക്കിന്റെ റെസിപ്പി കാണാം. 2-3 ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ മാംഗോ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളുമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. മാങ്ങ ധാരാളമുള്ള ഈ സമയത്ത് ഇതേപോലെ ഒരു മാംഗോ മിൽക്ക് ഷേക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മിൽക്ക് ഷേക്കിന് നല്ല പഴുത്ത മാങ്ങ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ മാങ്ങയൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിന്റെ ജാറിലേക്ക് 1 കപ്പ് മാങ്ങ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പഞ്ചസാര ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ഉപയോഗിക്കാം. പക്ഷേ മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ തേനിനേക്കാളും ടേസ്റ്റ് പഞ്ചസാര ചേർക്കുമ്പോഴാണ്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കട്ടിയായിട്ടിരിക്കുന്ന പാലിന്റെ ആവശ്യമൊന്നുമില്ല, പാല് നന്നായിട്ട് തണുത്തിരുന്നാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് 5-6 ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആദ്യം മാങ്ങയും പഞ്ചസാര ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് പാലൊഴിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ പഞ്ചസാര വേഗം അലിഞ്ഞു കിട്ടും. ഇനി അതല്ല, എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് അടിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, 1-2 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. 1 കപ്പ് മാങ്ങയ്ക്ക് 1 കപ്പ് തണുത്ത പാലും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും മതിയാകും. ഇനി അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് മധുരം നോക്കുക, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വേണ്ടതിനനുസരിച്ച് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് ടൈറ്റും അല്ല. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന മിൽക്ക് ഷേക്കിന്റെ അളവാണ് ഞാൻ ഇവിടെ കാണിച്ചത്. സിമ്പിൾ ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. ഇനി നമുക്ക് പാല് ചേർത്തതിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ 1 സ്കൂപ്പ് ഐസ്ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന്റെ കൂടെ തന്നെ നട്ട്സും ഐസ്ക്രീം ഒക്കെ വെച്ചിട്ടും ഗാർണിഷ് ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ നന്ദി.